ഹലോ ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ പറയാൻ വിട്ടുപോയതാണ്. എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസകൾ നേരെയാണ്. ഇന്ന് നമ്മൾ ഒരു ചക്ക വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്, നമ്മുടെ ഡാങ്സൂര്യ. അപ്പോൾ ഞാൻ വെച്ചിട്ട് ഏകദേശം 3 വർഷമായി. നീണ്ടു പോയതാണ്, കാരണം 2 സൈഡിലും തെങ്ങാണ്, തെങ്ങിൻ്റെ ഇടയിൽ നിന്ന് നീണ്ടു പോയതാണ്. അപ്പോൾ അതിന് 4-5 ചക്ക ഉണ്ട്, ചെറിയ ചക്കകളാണ്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് അതൊന്ന് നിങ്ങളെ അണ്ണാൻ തിന്ന് ഏകദേശമൊക്കെ പകുതി അയക്കണം. അപ്പോൾ ഇനി അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ എന്തായാലും അതൊന്ന് മുറിച്ച് നിങ്ങളൊന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ ചക്ക പഴുത്ത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളെ ഗോപിയേട്ടന് ചക്ക ഇടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ താഴെയുള്ളതൊക്കെ ഇങ്ങനെ കൈയായിട്ട് തന്നെ പറിച്ച് എന്താണ് എടുക്കുന്നുണ്ട്. വലിയ സൈസൊന്നുമില്ല, ഓവർ സൈസില്ല. ആദ്യമായിട്ട് കാഴ്ചതാണെന്നാ തോന്നുന്നത്. പിന്നെ നമ്മൾ വലിയൊരു പരിചരണമൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, മഴക്കാലത്ത് ഉണ്ടായതുകൊണ്ട്. സീസണിനല്ലാതെയാണ് ഉണ്ടായിട്ടുള്ളത്. ചെറിയ ചെറിയ ചക്കകളാണ്. താഴത്ത് വീണതൊക്കെ എന്താ പാടാവും, എന്തായാലും നോക്കാം. അത്രയും ഹൈറ്റിൽ നിന്ന് താഴെ വീണാൽ ചക്കൻ്റെ ശതേൽക്കും. അവസാന ചക്ക ഇടാനുള്ള ശ്രമത്തിലാണ്. 1.5 ചക്ക അവിടെ അണ്ണാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. എടുക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്നും അറിയില്ല, ആദ്യമായിട്ട് കാഴ്ച ചക്കയാണ്. അപ്പോൾ ഇതാണ് ഡാങ്സൂര്യ. താഴെ വീണ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കേടുവരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അത്യാവശ്യം ഗമ്മൊക്കെ ഉള്ളൊരു ചക്കയാണ്. നമ്മളെ വിയറ്റ്നാമാരിൽ പോലെ ഗംലെസ് അല്ല, ഗമ്മ് ഫ്രീ അല്ല, അത്യാവശ്യം ഗമ്മൊക്കെ ഉണ്ട്. ചക്കൻ്റെ ചുള കുറവാണ്, ഇത് കേട് വന്ന ഭാഗമാണ്. നമ്മൾ മേലെ നിന്ന് താഴത്തേക്ക് ഇട്ടപ്പോൾ വന്നതാണ്. ഇത് കളറാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത, സൂപ്പർ കളറാണ്. ഇനി നമുക്കതിൻ്റെ കൂനൊക്കെ ഒന്നുണ്ട് ക്ലീൻ ചെയ്തെടുക്കുക. എന്തായാലും അടിപൊളി കളറാണ്, റെഡ് കളറാണ്. ക്യാമറയിൽ ഇപ്പോൾ ഇത് എങ്ങനെ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സൂപ്പർ സാധനം കേട്ടോ, റെഡ് ജാക്ക് ആണതിൻ്റെ. അപ്പോൾ ഇത് കന്നിച്ചക്കയാണ്, ആദ്യം ഉണ്ടായ ചക്ക ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. അത്യാവശ്യം പശ ഉള്ളതാണ്. കൈമേൽ എണ്ണൊക്കെ തേച്ചാലേ ഈ പരിപാടിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നമുക്ക് മധുരവും അതിൻ്റെ ഫ്ലേവറൊക്കെയാണല്ലോ അറിയണ്ടേ. തേന് ക്യാമറാമാനൊന്നും തിന്നോക്കിട്ട് തേൻ വരിക്ക മരണ്ട അടിപൊളി. ഒരു നഷ്ടം വരില്ല കേട്ടോ വെച്ചവർക്ക്. ഡാങ്സൂര്യ വെച്ചിപ്പോൾ 3.5 കൊല്ലമായിട്ടുള്ളൂ. കന്നിച്ചക്ക കായ്ച്ചതാണ്. എന്തായാലും ഒരു സംഭവം ചക്കയുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് ബൈ. തിരൂർ.